പേടിക്കണ്ട. കൊറേ ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിലും വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ. എനിക്കിഷ്ടമാണ്, എന്റെ അനിയത്തിമാർക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. 1/2 കിലോ ചിക്കൻ, മൈദ, സോയാബീൻ സോസ്, സ്പ്രിംഗ് ഓണിയൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സൺഫ്ലവർ ഓയിൽ, 2 സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 മുട്ട, മാഗിയുടെ മാജിക് ക്യൂബ്സ്, കുറച്ച് ഉപ്പ്, പെപ്പർ പൗഡർ, കോൺഫ്ലവർ. ഇത് ടൊമാറ്റോ സോസ്, ക്യാപ്സിക്കം ഗ്രീനും റെഡും, ഇത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. ഞാൻ പറഞ്ഞെടുക്കാട്ടോ, ആരും പറയരുത്, ഞാനൊന്ന് പറഞ്ഞുതരാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു, പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞില്ല. എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമന്റ്സും വേണം. നമുക്ക് തുടങ്ങാം. അങ്ങനെ നമുക്കൊരു ബൗള്, ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമുക്കൊരു ബൗള് എടുത്ത് വെക്കാം. അങ്ങനെ നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഒരു 3/4 ഭാഗം മൈദപ്പൊടി ഇട്ടുകൊടുക്കാം. നമുക്ക് ഫുള്ള് ഉപ്പും ഇട്ടുകൊടുക്കാം. മാഗി ക്യൂബ്സിന്റെ പകുതി, മാജിക് ക്യൂബ്സിന്റെ പകുതി, കോൺഫ്ലവറിന്റെ പകുതി, പെപ്പർ പൗഡറിന്റെ പകുതി. നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ സോയാ സോസ്. അത് കഴിഞ്ഞിട്ട് പകുതി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി ചിലവരൊക്കെ കളർ ചേർക്കും, പക്ഷെ ഞാനിവിടെ കളർ ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ നല്ല തിക്കായിരിക്കണം. ഒരല്പം വെള്ളം ചേർക്കാം. വീണ്ടും മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ മിക്സിലേക്ക് ഇട്ടുകൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് കോട്ട് പിടിക്കാനാണ് നമ്മൾ എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെല്ലാം കോട്ട് പിടിച്ചു കഴിഞ്ഞു. അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞു. നമുക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി. നമുക്ക് ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയി നമുക്ക് അടുത്ത വശം മറിച്ചിടാം. ഇതിപ്പോ നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇതിന്റെ പച്ച മണം മാറണ വരെ ഇളക്കണം. അപ്പൊ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് സവാളയും ക്യാപ്സിക്കം പച്ചമുളകും ഇട്ടിട്ട് പകുതി ഇളക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിനി ഉപ്പിട്ട് ഇളക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറും മാജിക് ക്യൂബ്സും ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ടൊമാറ്റോ സോസും സോയ സോസും ചേർത്ത് വെക്കാം. നമുക്ക് ചിക്കൻ ഇതിലേക്ക് എടുത്തിടാം. നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കാം. അതിന് ഇടയിൽ നമുക്ക് ഈ കോൺഫ്ലവറിൽ വെള്ളം ചേർത്തത് ഒഴിച്ചെടുക്കാം. ഗ്രേവിക്ക് വേണ്ടിയാണ് ഈ കോൺഫ്ലവർ ചേർക്കുന്നത്. ഡ്രൈ ആയിട്ട് തിന്നേണ്ടവർക്ക് ഈ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പൊക്കിയെടുക്കണോ? സ്പ്രിംഗ് ഓണിയൻ വെച്ച് ഭംഗിയാക്കാം. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിക്കാണ്. നമുക്ക് അപ്പനോട് ചോദിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ഞാൻ ടേസ്റ്റ് തപ്പേ. വെള്ളാപ്പച്ചിയും കുറ്റം മതി വെക്കാം. ടേസ്റ്റിയാണ്.